പാലക്കാട് ജില്ലയിലെ തൃത്താല കുമാരനല്ലൂർ ഗ്രാമം ചൊവ്വാഴ്ച ഉച്ചയോടെ സാക്ഷ്യം വഹിച്ചത് പ്രദേശവാസികളെയും വിദ്യാഭ്യാസ അധികൃതരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്ന ദൃശ്യങ്ങളാണ്. ഒരു കൂട്ടം സ്കൂൾ വിദ്യാർത്ഥികൾ നടു റോഡിൽ നടത്തിയ കയ്യാങ്കളി അക്രമാസക്തമായ ഒരു ട്യൂബ് ലൈറ്റ് ആക്രമണത്തിൽ കലാശിക്കുകയും ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്യുന്നു. കുമാരനല്ലൂർ ഗവൺമെന്റ് സ്കൂളിലെ 10ാം ക്ലാസ്സിലെയും +1 ക്ലാസ്സുകളിലെയും വിദ്യാർത്ഥികൾ തമ്മിലാണ് ഈ അക്രമാസക്തമായ സംഘർഷം അരങ്ങേറിയത്. ബോധവൽക്കരണവും കർശനമായ നിരീക്ഷണവും ഉണ്ടായിട്ടും വിദ്യാർത്ഥികൾക്കിടയിലെ സംഘർഷം നിയന്ത്രണാതീതമായി തുടരുന്നുവെന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന സൂചനയാണ് ഈ സംഭവം. ചൊവ്വാഴ്ച രാവിലെ 10ാം ക്ലാസ്സുകാർക്ക് പരീക്ഷയുണ്ടായിരുന്നപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു +1 വിദ്യാർത്ഥികളുടെ പരീക്ഷ. പരീക്ഷ കഴിഞ്ഞ് സ്കൂളിൽ നിന്നും പുറത്തിറങ്ങി റോഡിൽ ഒത്തുകൂടിയ വിദ്യാർത്ഥികൾക്കിടയിലാണ് സംഘർഷം തീപ്പൊരിയുയർന്നത്. വൈരാഗ്യങ്ങളോ മറ്റ് നിസാര പ്രശ്നങ്ങളോ ആയിരിക്കാം വാക്കുതർക്കത്തിന് കാരണമായെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് കയ്യാങ്കളിയിലേക്ക് വഴിമാറുകയായിരുന്നു. സാധാരണ വാക്കേറ്റങ്ങളിൽ ഒതുങ്ങാറുള്ള ഇത്തരം പ്രശ്നങ്ങൾ ഇത്തവണ ക്രൂരമായ ശാരീരിക ആക്രമണമായി മാറിയത് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നു. റോഡിന്റെ മധ്യത്തിൽ വെച്ചാണ് അടിപിടി ആരംഭിച്ചത്. ചുറ്റും കാൽനട യാത്രക്കാരും വാഹനങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും വകവയ്ക്കാതെ കുട്ടികൾ തമ്മിൽ പോരടിക്കുകയായിരുന്നു. കാഴ്ചക്കാർ നോക്കി നിൽക്കെ സംഘർഷത്തിന്റെ സ്വഭാവം കൂടുതൽ വഷളായി. സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയപ്പോഴാണ് അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടാകുന്നത്. സമീപത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നിരുന്ന ഒരു ട്യൂബ് ലൈറ്റ് എടുത്ത ഒരു വിദ്യാർത്ഥി അതുപയോഗിച്ച് മറ്റൊരു വിദ്യാർത്ഥിയുടെ തലയ്ക്ക് ആഞ്ഞടിച്ചു. ഈ ദൃശ്യം കണ്ട നാട്ടുകാർ ഞെട്ടിപ്പോയി. തലയ്ക്ക് ട്യൂബ് ലൈറ്റ് കൊണ്ട് അടിയേറ്റ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റെങ്കിലും അത് ഗുരുതരമല്ല എന്നാണ് പ്രാഥമിക വിവരം. ആയുധം ഉപയോഗിച്ചുള്ള ഈ ആക്രമണം വിദ്യാർത്ഥികൾക്കിടയിൽ സംഘർഷം എത്രത്തോളം അപകടകരമായിരിക്കുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. പരസ്പരം വാക്കുകൾ കൊണ്ടോ കൈകൾ കൊണ്ടോ മാത്രമുള്ള ഏറ്റുമുട്ടലുകൾ എന്നതിലുപരി ആയുധങ്ങൾ എടുത്തുപയോഗിക്കാൻ കഴിയുന്ന എന്തിനേയും മാരകായുധങ്ങളായി മടിക്കാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടികൾ എത്തുന്നുവെന്ന സത്യം ഏറെ ഭയപ്പെടുത്തുന്നതാണ്. നാട്ടുകാർ ഇടപെട്ട് ഏകദേശം 15 മിനിറ്റോളം നീണ്ടുനിന്ന ഈ കൂട്ടയിടി റോഡിൽ മാത്രം ഒതുങ്ങിയില്ല. വിദ്യാർത്ഥികളുടെ സംഘർഷം അടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ പരിസരത്തേക്കും എത്തി. കടകൾക്ക് മുന്നിൽ വെച്ചും അവർ തമ്മിൽ തല്ലി. ഇത് വ്യാപാരികൾക്കും അവിടെയുള്ള സാധനങ്ങൾ വാങ്ങാൻ എത്തിയവർക്കും വലിയ ബുദ്ധിമുട്ടുമുണ്ടാക്കി. ഒടുവിൽ നാട്ടുകാരും വ്യാപാരികളും സധൈര്യം ഇടപെട്ടാണ് വിദ്യാർത്ഥികളെ പിടിച്ചു മാറ്റിയത്. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ ഒരുപക്ഷെ കൂടുതൽ വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ കാരണമായി. സംഘർഷം തടഞ്ഞതിനു ശേഷം വിദ്യാർത്ഥികളെ ശാസിക്കുകയും അധികൃതരെ വിവരമറിയിക്കുകയും ചെയ്തു. നിരവധി വിദ്യാർത്ഥികൾക്ക് ചെറിയ പരിക്കുകൾ ഉണ്ടായെങ്കിലും ഇതുവരെ ആരും പോലീസിൽ നിന്നും പരാതി നൽകിയിട്ടില്ല. കുമാരനല്ലൂർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന ഇത്തരം സംഘർഷങ്ങൾ പ്രദേശത്ത് ഒരു സ്ഥിരം പ്രശ്നമായി മാറിയിരിക്കുകയാണ്. കുട്ടികളുടെ ഇത്തരം അക്രമാസക്തമായ പെരുമാറ്റം കാരണം നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. സ്കൂളിന്റെ പരിസരം പ്രത്യേകിച്ചും പരീക്ഷാ സമയങ്ങളിൽ സ്കൂൾ വിടുന്ന സമയങ്ങളിൽ സംഘർഷ സാധ്യതയുള്ള ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്കൂൾ അധികൃതർ ശ്രമിച്ചിട്ടുണ്ട്. രക്ഷിതാക്കളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തി PTയുടെയും പോലീസിന്റെയും സാന്നിധ്യത്തിൽ നിരവധി യോഗങ്ങൾ വിളിച്ചു ചേർത്തു. ബോധവൽക്കരണ ക്ലാസുകളും കൗൺസിലിംഗുകളും സംഘടിപ്പിച്ചു. എന്നാൽ ഈ ശ്രമങ്ങളൊന്നും കാര്യമായ ഗുണം ചെയ്യുന്നില്ലെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും പരാതി. കർശനമായ നടപടികൾ എടുക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ടോ അതോ ബോധവൽക്കരണം വിദ്യാർത്ഥികളിൽ എത്താതെ പോകുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാകുന്നു. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ നാട്ടുകാർ പോലീസിനും സ്കൂളിലും കൈമാറി. വിദ്യാർത്ഥികളുടെ അക്രമാസക്തമായ പെരുമാറ്റത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന ആവശ്യം നാട്ടുകാർക്കിടയിൽ ശക്തമാണ്. വിദ്യാർത്ഥികളുടെ ഭാവിക്ക് ദോഷകരമാവാത്ത രീതിയിൽ എന്നാൽ ഈ പ്രവണത തടയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ശക്തമായ നടപടി അധികൃതരുടെയും പോലീസിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ സംഭവം വിദ്യാർത്ഥികൾക്കിടയിലെ വർദ്ധിച്ചു വരുന്ന അക്രമ പ്രവണതയുടെ നേർക്കാഴ്ചയായി അവശേഷിക്കുന്നു.